നിയമപ്പെട്ടകം ചുമന്നുകൊണ്ടു പോകുമായിരുന്നു. ഈ പെട്ടകം ചുമക്കുന്നതുകൊണ്ട് അവർക്ക് ഭാഗ്യമുണ്ടാകുമെന്ന് കരുതിയതിനാലാണ് അവരങ്ങനെ ചെയ്തത്. ഒരു തവണ യുദ്ധം നടക്കുമ്പോൾ പലസ്തീൻ സേന ആ പെട്ടകം ഒളിപ്പിച്ചുവെച്ചു. അവർക്ക് ആ പെട്ടകം നഷ്ടപ്പെടുക മാത്രമല്ല, ആ യുദ്ധത്തിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു. സംഭവിച്ചതെന്തെന്ന് രാജാവ് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിക്കുകയും ഉടനെ തന്നെ മരിക്കുകയും ചെയ്തു. ഇസ്രായേല്യർക്ക് അവരുടെ രാജാവിനെ നഷ്ടപ്പെട്ടു. ഇടയനില്ലാത്ത ആട്ടിൻപറ്റങ്ങളുടെ അവസ്ഥയായിരുന്നു അവർക്കപ്പോൾ. അല്ലാഹു അവരിലേക്ക് ഷമ്മിൽ എന്നു പേരുള്ള പ്രവാചകനെ അയച്ചു. അവർ ഇപ്പോൾ വളരെ സന്തോഷവാന്മാരാണ്. ശക്തനായ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ അവർ പ്രവാചകനോട് ആവശ്യപ്പെട്ടു. അവർക്ക് പലസ്തീൻ സൈന്യവുമായി യുദ്ധം ചെയ്ത് നിയമപ്പെട്ടകം തിരിച്ചെടുക്കണമായിരുന്നു. പ്രവാചകന് അവരുടെ ബലഹീനത അറിയാമായിരുന്നു. യുദ്ധത്തിന്റെ സമയമെത്തുമ്പോൾ നിങ്ങൾ എന്നെ നിരസിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, അദ്ദേഹം പറഞ്ഞു. എന്നാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് ജനങ്ങൾ പ്രവാചകന് ഉറപ്പുകൊടുത്തു. അന്ന് രാത്രി പ്രവാചകൻ അല്ലാഹുവിനോട് മാർഗദർശനത്തിനായി പ്രാർത്ഥിച്ചു. തലൂത്ത് എന്നു പേരുള്ള ഒരു വ്യക്തിയെ അവരുടെ രാജാവായി തിരഞ്ഞെടുക്കാൻ അല്ലാഹു പ്രവാചകനെ അറിയിച്ചു. എന്നാൽ പ്രവാചകൻ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലായി. തലൂത്ത് എന്ന വ്യക്തിയെ എങ്ങനെ തിരിച്ചറിയും എന്ന് അദ്ദേഹം അല്ലാഹുവിനോട് ചോദിച്ചു. കുറച്ചു കഴിഞ്ഞാൽ തലൂത്ത് സ്വയം പ്രവാചകന്റെ അടുത്തേക്ക് വരുമെന്ന് അല്ലാഹു പ്രവാചകനോട് പറഞ്ഞു. അപ്പോൾ രാജ്യത്തിന്റെ നിയന്ത്രണം തലൂത്തിന് കൈമാറണമെന്ന് നിർദ്ദേശവുമുണ്ടായി. തലൂത്ത് പൊക്കം കൂടിയ കരുത്തനും ബുദ്ധിമാനുമായ ഒരാളായിരുന്നു. ദൂരെ ഒരു കൃഷിസ്ഥലത്ത് അദ്ദേഹം പിതാവിനോടൊപ്പം താമസിക്കുകയും അദ്ദേഹത്തോടൊപ്പം വയലിൽ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. ഒരു ദിവസം തന്റെ ജോലിക്കാരനോടൊപ്പം കാണാതായ കഴുതകളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു തലൂത്ത്. അവർ ദിവസങ്ങളോളം സഞ്ചരിച്ചു. എന്നാൽ അവർക്ക് അവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ ഇപ്പോൾ വളരെ ക്ഷീണിതരായിരുന്നു. എന്റെ പിതാവിപ്പോൾ വിഷമിക്കുന്നുണ്ടാവും. ബാക്കി മൃഗങ്ങളെ എനിക്ക് പരിപാലിക്കേണ്ടതുണ്ട്. നമുക്ക് തിരിച്ചു പോകാം, തലൂത്ത് തന്റെ ജോലിക്കാരനോട് പറഞ്ഞു. അപ്പോൾ ജോലിക്കാരൻ മറുപടി പറഞ്ഞു, ഇത് പ്രവാചകൻ ഷമ്മിൽ ജീവിക്കുന്ന സ്ഥലമാണ്. നമുക്ക് അദ്ദേഹത്തെ പോയി സന്ദർശിക്കാം. നഷ്ടപ്പെട്ട കഴുതകളെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്യാം. അവർ പ്രവാചകനെ കാണാനായി പോയി. വെള്ളം കൊണ്ടുപോകുന്ന സ്ത്രീകളോട് വഴി ചോദിച്ച് അവർ മുന്നോട്ട് നടന്നു. ആ കാണുന്ന മലമുകളിലാണ് നബിയുടെ വീട്. സ്ത്രീകൾ മറുപടി പറഞ്ഞു. അവർ പറഞ്ഞതുപോലെ തലൂത്തും ജോലിക്കാരനും മലമുകളിലേക്ക് നടന്നു. അവസാനം അവർ പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ പ്രവാചകന്റെ വീടിന് മുന്നിൽ വലിയ ഒരാൾക്കൂട്ടത്തെ അവർ കണ്ടു.